നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഡോക്ടർ മാത്യു കൊഴൽനാടൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CMB തൊടുപുഴ ഏരിയ കമ്മിറ്റി ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. CMB സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും മാർച്ച് 8 മുതൽ 14 വരെ നടത്തുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഡോക്ടർ മാത്യു കൊഴൽനാടൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെയും ഇതര പോഷക സംഘടനകളുടെയും നേതാക്കൾ പ്രസംഗിച്ചു. ഏത് നിലയിൽ നോക്കിയാലും സമൂഹത്തിലെ ദുർബല വിഭാഗമെന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിരാലംബരായ വിഭാഗമെന്ന് പറയാൻ കഴിയുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും മാത്രമല്ല, അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ നിലയിലും സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചു. ഈ സർക്കാരിൻ്റെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ മർദ്ദന മുറകൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ നിന്ന അവരോട്, ഏതൊരു തൊഴിലാളിയോടും ഏറ്റവും ഒടുവിലായി മുതലാളി വർഗം പ്രയോഗിക്കുന്ന 18ാമത്തെ അടവ് എന്ന് പറയുന്നത് നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നതാണ്. എല്ലാ പരീക്ഷണങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ പരീക്ഷണങ്ങളെ അതിജീവിച്ചവർ സമരവുമായി മുന്നോട്ട് പോയി. കേരള പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അവർ നേടിയെടുത്ത് കേരള പൊതുസമൂഹം അവർക്ക് വേണ്ടി നിലകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എല്ലാവരും അവർക്ക് വേണ്ടി അണിനിരന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ത്രീ ആയ മന്ത്രി കൂടിയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ യാതൊരു ഉറപ്പുമില്ലാതെ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ് എന്ന പച്ചക്കള്ളം നിയമസഭയിൽ പോലും പറയാൻ തയ്യാറായി അവരുടെ സമരത്തിൻ്റെ ഒരാർജവത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച സർക്കാർ ഇന്ന് അവരുടെ വലിയ സമ്മേളനം CPM നടത്തുമ്പോൾ സ്ത്രീപക്ഷത്ത് നിന്ന് അവർക്ക് സംസാരിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ സ്ത്രീപക്ഷ വിഷയങ്ങളോട് ഒരാത്മാർത്ഥതയും സത്യസന്ധതയും CPM എന്ന പാർട്ടിക്കില്ല എന്ന് തെളിയിക്കാൻ ഈ സംഭവം മാത്രം മതിയായി. രാഷ്ട്ര പുനർനിർമ്മാണം സ്ത്രീ ശാക്തിയിലൂടെ മാത്രമെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലക്കുട നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ. KPC ജനറൽ സെക്രട്ടറി IK രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി ജെറി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച 120ഓളം പേർക്ക് മെമൻറ്റോ നൽകി ആദരിച്ചു.
രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ജെബി മേത്തർ എം പി പറഞ്ഞു. മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലക്കോട് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ എം പി. നീണ്ട സമര പോരാട്ടങ്ങളുടെ ഭാഗമായി രാജ്യം നേടിയ സ്വാതന്ത്ര്യം ഇന്ന് വ്യാവസായിക കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുക വഴി രാജ്യത്തെ വീണ്ടും ചൂഷണത്തിന് വിട്ടുകൊടുക്കുകയും സാമ്പത്തിക സാമൂഹ്യ സ്തംഭനമുണ്ടാക്കുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. നരേന്ദ്രമോദിയിലൂടെ BJPയും പിണറായി വിജയനിലൂടെ CPMഉം ഏകാധിപത്യ ഭരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും തകർന്ന തരിപ്പണമായിരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് സംജാതമായിരിക്കുന്നതെന്നും MP പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി റെജറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി IK രാജു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്ത് ഈ രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം UPA ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉദ്ദേശം അന്ന് 210 രൂപയായിരുന്നു അന്നത്തെ. ആ 210 രൂപ 100 ദിവസം കിട്ടിയാൽ ഒരു വർഷം 21,000 രൂപ ഒരു കുടുംബത്തിലേക്ക് എത്തും. വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അരിയും ഉപ്പും മുളകൊക്കെ വാങ്ങിക്കാനുള്ള കാശ്. ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ഒന്നാം UPA ഗവൺമെന്റ് ആ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന, ഏറ്റവും താഴേക്കിടയിൽപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. ശ്രീമതി സോണിയാഗാന്ധി അധ്യക്ഷയായ ആ പാർട്ടിയാണ് ഇതിവിടെ നടപ്പിലാക്കിയത്. ഒരു സമര പോരാട്ടമാണിത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റാരും നടത്താത്ത ഒരു ചരിത്ര പോരാട്ടം. മഹിളാ കോൺഗ്രസിന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരും മണ്ഡലം തലത്തിലേക്ക് കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ആരും മണ്ഡലം തലത്തിലേക്ക് ഇതുപോലെ യാത്ര നടത്തിയിട്ടില്ല. യോഗത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച 120ഓളം പേർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ തോമസ് മാത്യു കക്കുഴി, ചാർലി ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഓടക്കൽ, മണ്ഡലം പ്രസിഡന്റ് CV ജോമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ്, ബ്ലോക്ക് ഭാരവാഹികളായ VM ചാക്കോ, ടിജോ പുനന്താനം, MP പത്രോസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AB മുണ്ടക്കൽ, INTUC മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കിഴക്കേൽ, പഞ്ചായത്ത് അംഗങ്ങളായ സനുജ സുബൈർ, ലിഗിൽ ജോ, നിസാമോൾ ഇബ്രാഹിം, മാത്യൂസ് ആലക്കോട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോജി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവിശ്വാസ പ്രമേയം. ഇത് സംബന്ധിച്ച് നോട്ടീസ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി നേതാക്കളായ K ദീപക്, MA കരീം, ഫിലിപ്പ് ചേരിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷത്തെ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നഗരസഭയിലെ 60,000-ഓളം വരുന്ന ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി നേതാക്കളായ K ദീപക്, MA കരീം, ഫിലിപ്പ് ചേരിയിൽ എന്നിവർ അറിയിച്ചു. തൊടുപുഴയെ സംബന്ധിച്ച് ഈ നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായി. അപ്പോഴെല്ലാം കണ്ടിട്ടുള്ള ഒരു പ്രവണത വികസനപരമായ കാഴ്ചപ്പാടുകളിൽ അത് നടപ്പിലാക്കുന്നതിലും ഒരു രാഷ്ട്രീയം കലർത്താതെ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളൊന്നും കൊണ്ടുവരാതെ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം വന്ന കൗൺസിലിന്റെ കാലം മുതൽ എത്രയോ വികസന പ്രവർത്തനങ്ങൾ തൊടുപുഴ പട്ടണത്തിൽ നടപ്പിലായി. തൊടുപുഴയിലെ സ്റ്റാൻഡ്, പാർക്ക് ഉൾപ്പെടെ നമ്മുടെ പൊതു ശ്മശാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ കൗൺസിലിന്റെ കാലത്ത് മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് അന്നൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷെ ഇപ്പോഴ് ചില പദ്ധതികളൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, അത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതിന് പ്രധാന ഉദാഹരണമാണ് മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടുത്തെ പണിയുടെ ഏതാണ്ട് 95% പൂർത്തീകരിച്ചു.
ഇനി അതിന് ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ അത് തുറന്നു കൊടുക്കാൻ സാധിക്കും. അതിലേതാണ്ട് 10ഓളം വാടകക്കാർ അത് എടുത്തിട്ട് സെക്യൂരിറ്റി നഗരസഭയിൽ അടച്ച് കാത്തിരിക്കും. UDF-ലെ 14 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസാണ് നൽകിയത്. ചെയർപേഴ്സൺ സ്ഥാനമേറ്റിട്ട് 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. 2024-2025 വർഷത്തെ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നഗരസഭയിലെ 60,000-ഓളം വരുന്ന ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും ഈ അവസ്ഥ തുടരാൻ അനുവദിച്ചുകൂടാ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നഗരസഭാ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ചെയർപേഴ്സൺ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുവാൻ കാരണമായതെന്ന് UDF നേതാക്കളായ K. ദീപക്, MA കരീം, ഫിലിപ്പ് ചേരിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി കോതമംഗലത്ത് കിക്ക് എ ഗോൾ പരിപാടിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കോതമംഗലം സബ് ഇൻസ്പെക്ടർ CP ബഷീർ നിർവഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് EK സേവ്യർ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതും യുവതലമുറയെ കാർന്നു തിന്നുന്നതും വലിയ സാമൂഹിക പ്രശ്നവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ സ്വാധീനം. ഈ സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി നിരവധി പരിപാടികൾ നടത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, ലഘുരേഖാ വിതരണം എന്നിവ നടത്തും. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം സബ് ഇൻസ്പെക്ടർ CP ബഷീർ നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ച റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പറയുകയാണ്, പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, ബീഡി പോലുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ 6000-ഓളം കെമിക്കലാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൽ 600 എണ്ണം വളരെ ഡേഞ്ചറാണെന്നും 62 എണ്ണം പക്ക ക്യാൻസറാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്റർ നമുക്ക് തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിലേക്ക് ചെല്ലുകയാണ്. ആമാശയത്തിൽ ദഹനപ്രക്രിയ നടക്കും. ദഹനപ്രക്രിയ ശേഷം ചെറുകുടലിലേക്ക് ചെല്ലും. ചെറുകുടലിൽ നിന്ന് അത് ബ്ലഡിലോട്ട് പോകും. ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചാൽ നടക്കുന്ന പ്രോസസ്സ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ ചെന്നാലോ അവിടെ ഒരു ഡൈജഷൻ്റെ ആവശ്യം വരുന്നില്ല. കുറേ അന്നനാളം വഴി ബ്ലഡിലോട്ട് പോകും, അതുപോലെ ആമാശയം വഴി പോകും. ഇത് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ 500ഓളം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, കരൾ. ഈ കരളിൽ ഓക്സീകരണം നടക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമായിട്ട് വിഘടിക്കുകയാണ്. ഈ ഓക്സീകരണം നടക്കുന്നതോടുകൂടി കരളിലെ സെല്ലുകൾ ഡെഡാവുകയാണ്. ഫാറ്റി ലിവർ സിറോസിസ് പോലുള്ള മാരകമായ രോഗത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകെത്തുകയാണ്. ലഹരി സംസ്കാരം രോഗസംസ്കാരമാണ്, വേറെ ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കോതമംഗലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് EK സേവ്യർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലില്ലി തോമസ്, MP നൌഷാദ്, ഷിൻഡോ വർഗീസ്, റെനി P വർഗീസ്, AV പൗലോസ്, റെജി മാനുവൽ, അജു മാത്യു, ഇട്ടു പോലിയപ്പുറം എന്നിവർ പ്രസംഗിച്ചു. അജിത് VM, രജിത് കുമാർ, മാഹുൽ MA, മേരി പൗലോസ്, മോൾസി ഷാലി, ഗിരിജ അനീഷ്, മായ സുരേന്ദ്രൻ, കാലിദ് ഷാ, ആൻസൺ മാത്യു, സനീഷ് സത്യവാൻ, ബിബിൻ രാജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CMB തൊടുപുഴ ഏരിയ കമ്മിറ്റി ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുൻപിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CMB സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. സുരേഷ് ബാബു നിർവഹിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CMP തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തി. CMP സംസ്ഥാന സെക്രട്ടറി K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ കഴിയുന്ന രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവർക്ക് മരുന്നെത്തിച്ച് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് വേറെ ജീവിതത്തിൽ അവർക്കൊരു വൈറ്റ് കോളർ തൊഴിലൊന്നും കിട്ടാത്തതുകൊണ്ട് അവരങ്ങനെ ഒരു തൊഴിലിനിറങ്ങി തിരിച്ചിരിക്കുന്നതാണ്. അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് മറ്റാരും ചെയ്യുന്നതിനേക്കാളുള്ള ഒരിതാണ്. കാരണം വളരെ മോശമായ രീതിയിൽ കിടപ്പ് രോഗികൾ അവരെയൊക്കെ ശുശ്രൂഷിക്കുക, അവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുക, അവരെ കുളിപ്പിക്കുക, അവരുടെ മലമൂത്ര വിസർജനങ്ങൾ എടുത്ത് മാറ്റുക, ഇതെല്ലാം ആശാ വർക്കർമാർ ചെയ്യുന്നതാണ്. അവർക്കൊരു മാസം ഗവൺമെൻറ് കൊടുക്കുന്നത് 7000 രൂപ മാത്രമാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് വരുന്നപ്പോൾ പറഞ്ഞിരുന്നത്, അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂട്ടുകയില്ല എന്നായിരുന്നു. അത് ഞങ്ങൾ പിടിച്ചു നിർത്തുന്നതായിരുന്നു. പക്ഷേ
ഇതിനറിയാം മിക്കവാറും പച്ചക്കറി അടക്കമുള്ള പലവ്യഞ്ജനങ്ങളടക്കമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഇന്ന് ഏതാണ്ട് വില ഇരട്ടിയായി. അങ്ങനെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം ഒരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഈ ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടത് ഒരു 10,000 രൂപയെങ്കിലും അവരുടെ വേതനം 10,000 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതൊരു കാരണവശാലും ചെയ്യില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭയും മുമ്പോട്ട് പോകുന്നത്. CMP ജില്ലാ സെക്രട്ടറി KA കുര്യൻ, SUCA ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ, VR അനിൽകുമാർ, അനീഷ് ചേനക്കര, L രാജൻ, കൃഷ്ണൻ കണിയാപുരം, അപ്പച്ചൻ താരാട്ട്, ഓമന കുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ഉത്തരവിനെക്കുറിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണം. ഇപ്പോൾ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ മാത്രമാണ് ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും വൈകാതെ മറ്റ് ഡാമുകളുടെ പരിധിയിലും ബഫർ സോൺ ബാധകമാക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നും ബിജോ മാണി ആരോപിച്ചു. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്കു ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. 26/12/2024 GOMS നമ്പർ 67/2024/WRD ഇതാണ് ആ ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 20 ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ 20 മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. 2, 100 മീറ്റർ ദൂരപരിധിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം. അതും 3 നിലയുള്ള ബിൽഡിംഗ് 10 മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുമതിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ മലങ്കര ഡാമാണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. ഈ മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി അറക്കുളം പഞ്ചായത്ത്, കുടയത്തൂർ പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ഇടവെട്ടി പഞ്ചായത്ത്, അതുപോലെ വെള്ളിയാമറ്റത്തിന്റെ കുറച്ച് ഭാഗം ഉൾപ്പെടെ 6 പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ആയിട്ടുണ്ട്. ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പം SC/ST കോളനികളുണ്ട് ഈ ഡാമിന്റെ പരിസരത്ത്. അപ്പൊ ഇവർക്ക് ഭാവിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ നമുക്കെല്ലാം പറയാം, ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന 5-10 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് ഇറങ്ങി കഴിയുമ്പോൾ 20 മീറ്റർ എന്ന് പറയുമ്പോൾ 66 അടി മിച്ചം ദൂരം വന്നു. മാക്സിമം വാട്ടർ ലെവൽ ഈ ഡാം ഇവരെ ജണ്ടകരി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും 20 മീറ്റർ തള്ളി കഴിയുമ്പോൾ ഏകദേശം 10-66 അടിയോളം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി കഴിയുമ്പോൾ 5-10 സെന്റ് സ്ഥലമുള്ള ഈ ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കയറി കിടക്കാൻ ഒരു വീട് പോലും പണിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ 100 മീറ്റർ ചുറ്റളവില് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം. ഇപ്പൊ എത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഉത്തരവാണ് ജലവകുപ്പ് ഇറക്കി എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ. ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഉത്തരവിനെക്കുറിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണം. സ്വന്തം വകുപ്പ് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഉത്തരവിറക്കിയിട്ടും മിണ്ടാതിരിക്കുന്നത് മന്ത്രിയുടെ കഴിവുകേടാണ്. ഇപ്പോൾ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ മാത്രമാണ് ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും വൈകാതെ മറ്റ് ഡാമുകളുടെ പരിധിയിലും ബഫർ സോൺ ബാധകമാക്കാനാണ് സർക്കാരിന്റെ നീക്കം. അങ്ങനെ വന്നാൽ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖലകളിലും കല്ലാർകുട്ടി അടക്കമുള്ള 10 ചെയിൻ മേഖലയിലും ഇനി പട്ടയം നൽകുവാൻ കഴിയാതെ വരും. ബഫർ സോൺ നടപ്പാക്കാൻ നീക്കമുള്ളതിനാലാണ് 10 ചെയിൻ മേഖലയിൽ പട്ടയം നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് വൈദ്യുതി മന്ത്രി ഇടുക്കിയിൽ വന്നപ്പോൾ പറയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി ബിജോ മാണിക്കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും മാർച്ച് 8 മുതൽ 14 വരെ നടത്തുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 8-ാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. 10-ാം തീയതി കലശാഭിഷേകം, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര എന്നിവ നടക്കും. 12-ാം തീയതിയാണ് പൊങ്കാല. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും 8-ാം തീയതി ദ്രവ്യകലശത്തോടുകൂടി ആരംഭിച്ച് 14 വരെ നടത്തും.
8-ാം തീയതി വൈകുന്നേരം ദ്രവ്യകലശത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തന്ത്രി മുഖ്യന്റെ ബ്രഹ്മശ്രീ അനിൽവാരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 6ഓളം തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ദ്രവ്യകലശ ചടങ്ങുകളാണ് 8-ാം തീയതി ആരംഭിക്കുന്നത്. 8-ാം തീയതി 9-ാം തീയതി രാവിലെ പതിവ് പൂജകൾ, 10-ാം തീയതിയാണ് ദ്രവ്യകലശ അഭിഷേകം. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ദ്രവ്യകലശ അഭിഷേകം, ഭദ്രകാളിക്കും അന്നപൂർണേശ്വരിക്കും ദ്രവ്യകലശ അഭിഷേകം നടക്കുന്നു. അന്ന് വൈകുന്നേരം, അതായത് 10-ാം തീയതി വൈകുന്നേരം 5:45-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും പമ്പമേളത്തിന്റെയും ആട്ടക്കാവടിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധന നടക്കും. അത് കഴിഞ്ഞ് സ്റ്റേജിൽ വിവിധ കലാപരിപാടികളുണ്ട്. ഇത്തവണ പതിവിൽ നിന്നും വിപരീതമായി 3 ദിവസവും സ്റ്റേജിൽ പരിപാടികളും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 11-ാം തീയതി ചൊവ്വാഴ്ച വിശേഷാൽ ആയില്യം പൂജയും നവഗ്രഹ പൂജയും നടക്കും. അന്ന് 12-ാം തീയതി അന്നുമായിട്ട് വിശേഷ ദീപാരാധനയുണ്ട്. 12-ാം തീയതിയാണ് നമ്മുടെ വിശേഷമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. 12-ാം തീയതി രാവിലെ 9:30-ന് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി കൈതപ്രം നാരായണ നമ്പൂതിരി പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ കൂടുതൽ പൊങ്കാലകൾ ബുക്കിംഗ് വരുന്നുണ്ട്. വെയിലിന്റെ കാഠിന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം അറേഞ്ച്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. 11:30-ന് പൊങ്കാല നിവേദ്യം നടക്കും. 12 മണിക്ക് അതിവിശേഷമായ മകംതൊഴൽ ആണ്. 12 മണിക്ക് ദർശന പ്രാധാന്യമുള്ള മകംതൊഴലാണ്. 1 മണിക്ക് പ്രസാദ കൂട്ടുന്നത്. 13-ന് രാവിലെ പതിവ് പൂജകൾ. വൈകിട്ട് 13-ന് വൈകിട്ടാണ് മണക്കാട് നെല്ലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഈ ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും പമ്പമേളത്തിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി മണക്കാട് നെല്ലിക്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലപ്പൊലി ആരംഭിക്കുന്നു. താലപ്പൊലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷ ദീപാരാധന, അത് കഴിഞ്ഞ് കലാപരിപാടികളുണ്ട്, പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നത്. 8-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകളോടുകൂടി ദ്രവ്യകലശ ചടങ്ങുകൾ ആരംഭിക്കും. 9-ാം തീയതി പതിവ് പൂജകൾ. 10-ാം തീയതി 10 മണിക്ക് കലശാഭിഷേകങ്ങൾ. വൈകിട്ട് 5:45-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര, വിശേഷാൽ ദീപാരാധന, തുടർന്ന് വിവിധ കലാപരിപാടികൾ. 11-ന് വിശേഷാൽ ആയില്യം പൂജ, നവഗ്രഹ പൂജ, വൈകിട്ട് വിശേഷാൽ ദീപാരാധന. 12-ന് 9:30-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈതപ്രം നാരായണൻ നമ്പൂതിരി പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. 11:30-ന് പൊങ്കാല നിവേദ്യം, 12:30-ന് മകം തൊഴൽ. 13-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മണക്കാട് നെല്ലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര. 13-ന് രാവിലെ 10 മണിക്ക് ഉത്രം പൂജ. പൊങ്കാലയ്ക്കെത്തുന്ന എല്ലാ ഭക്തർക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൊങ്കാലയർപ്പിച്ച് ദർശനം നടത്തി പ്രസാദൂട്ടിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും വെയിലിന്റെ കാഠിന്യം കണക്കിലെടുത്ത് നിശ്ചിത അകലത്തിലാണ് പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളതെന്നും ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീജേഷ് പുളിമുട്ടിൽ, ക്ഷേത്രം പ്രസിഡന്റ് PS പ്രകാശ്, സെക്രട്ടറി അനിൽകുമാർ വെൺമേൽ, ട്രഷറർ PS മുരളി, വൈസ് പ്രസിഡന്റ് PK സോമൻ, മാതൃസമിതി കൺവീനർ പ്രിയ സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമൃദ്ധമായി മുടി തഴച്ചു വളരുവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എങ്കിൽ നിങ്ങൾക്കായി ഇതാ മദർ മേരി ഹെർബൽ ഹെയർ ഓയിൽ. കറ്റാർവാഴ, ചെമ്പരത്തി, റോസ്മേരി ഇലകൾ തുടങ്ങി 15-ൽ പരം ഔഷധങ്ങൾ ചേർത്ത് ശുദ്ധമായ ആട്ടിച്ച വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയതാണ് മദർ മേരി ഹെർബൽ ഹെയർ ഓയിൽ. മുടികൊഴിച്ചിൽ എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. ആ മുടികൊഴിച്ചിലിന് ഒരു പരിഹാരമായാണ് മദർ മേരി ഹെർബൽ ഓയിൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. സ്വന്തം മുടി കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ വിപണിയിലെ ഒരുവിധം എണ്ണകൾ പരീക്ഷിച്ചുവെങ്കിലും മുടി വളരാതെ വന്നപ്പോഴാണ് ബിന്ദു ടീച്ചർ സ്വന്തമായി എണ്ണ കാച്ചി ഉപയോഗിച്ചു തുടങ്ങിയത്. വല്ലാത്ത മുടികൊഴിച്ചിലുണ്ടായിരുന്നത് മാറിയതോടെ മകളുടെ വീട്ടിലേക്കും കൊടുത്തയക്കുകയായിരുന്നു. അവിടെയും മികച്ച റിസൾട്ട് ലഭിച്ചതോടെ ആവശ്യക്കാർ ഏറി വന്നു. അങ്ങനെയാണ് ബിന്ദു ടീച്ചർ മദർ മേരി ഹെർബൽ ഓയിൽ എന്ന പേരിൽ വിൽപ്പന ആരംഭിച്ചത്. ഞാനൊരു ടീച്ചറായിരുന്നു. കഴിഞ്ഞ 20-25 വർഷത്തോളമായിട്ട് ടീച്ചിങ്ങിലായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ലീവ് എടുത്തു. എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ വാക്കറിൽ നടക്കാറായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി പൊഴിഞ്ഞ് കഷണ്ടിയായി പോകുമെന്ന് പോലും സംശയിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വിപണിയിൽ കിട്ടാവുന്ന ഒരുവിധം മരുന്നുകളെല്ലാം ഞാൻ തലയിൽ പരീക്ഷിച്ച് നോക്കി. പക്ഷെ മുടി കൊഴിച്ചിൽ കൂടി വന്നതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വന്തമായിട്ട് വീട്ടിൽ ആട്ടിച്ചെടുത്ത എണ്ണയുണ്ടായിരുന്നു. കറ്റാർവാഴയൊക്കെ ചേർത്ത് തന്നെത്താൻ എണ്ണ കാച്ചി ഞാൻ തലയിൽ തേച്ചു. അപ്പോൾ ശരിക്കും മുടി കൊഴിച്ചിലിൽ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു അനുഭവമായല്ലോ. ശരിക്കും എന്ത് മരുന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ ഫലം കിട്ടിയത് അതിലായിരുന്നു. അപ്പോൾ ഞാനത് കൂടുതൽ വിപുലപ്പെടുത്തി കുറച്ച് പച്ചമരുന്നും കൂടെയൊക്കെ കൂട്ടിച്ചേർത്ത് എൻ്റെ മോളെ കെട്ടിച്ചിരിക്കുന്ന വൈക്കത്താണ്, അവിടേക്കും കൊടുത്തു വിട്ടു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അതിനെ തുടർന്ന് ഞാനിതൊരു വിപുലമായിട്ട് ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പ് വന്നതുകൊണ്ട്, കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ വന്നൊരു ഫലമായത്. മുടി കൊഴിച്ചിൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത്രയും വിധം പൊഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് മുടി പൊഴിഞ്ഞ് കഷണ്ടിയായി പോകുമെന്ന് പേടിച്ച കാലഘട്ടം വന്നത്.
ഇപ്പോൾ മുടി കൊഴിച്ചിലെന്ന് പറയുന്ന സംഭവം ഇല്ല. ഇപ്പോൾ ചെയ്യാലും ഒട്ടും മുടി പോകുന്നില്ല. അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി എനിക്ക് എണ്ണ ഉപയോഗിച്ച വിധം. അത് കഴിഞ്ഞ് പലകൂട്ടം പച്ചമരുന്നുകൾ ചേർത്ത് ശുദ്ധമായ ആട്ടിച്ച വെളിച്ചെണ്ണയിൽ കയ്യുന്നി, കറ്റാർ വാഴ, പൂവാങ്കുരുന്നില, കറിവേപ്പില, മുരിങ്ങയില, പിന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി റോസപ്പൂ, എൻ്റെ വീട്ടിൽ റോസപ്പൂ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. റോസപ്പൂവ്, ആര്യവേപ്പില, പനിക്കൂർക്കയില, അങ്ങനെ ഒരു 10-20ഓളം ഔഷധങ്ങൾ, ഏതാണ്ട് 20-ന് മുകളിലേക്ക് വരും. അത്രയും ഔഷധങ്ങൾ ചേർത്ത് നന്നായിട്ട് കാച്ചിയെടുത്ത് അത് ബോട്ടിൽ കളക്ട് ചെയ്ത് ഒരു 10-16 ഇപ്പോൾ 16 ഷോപ്പുകളിൽ കൊടുത്തു തുടങ്ങി. 3 ആഴ്ചയോളം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. എന്നാലും നല്ല റിസൾട്ട്. വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കടകളിലും ചെല്ലുമ്പോൾ വാങ്ങിച്ചവർ തന്നെയാണ് വീണ്ടും അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത്, പിന്നെ 1-2 സ്റ്റാഫേ ഉള്ളു കൂടെ. രാത്രിയിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ വിപുലപ്പെടുത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിൽ കയ്യൂന്നി, പൂവാങ്കുരുന്നില, കറ്റാർവാഴ, കറിവേപ്പില, മുരിങ്ങയില തുടങ്ങി 20ഓളം ഔഷധങ്ങൾ കാച്ചിയെടുത്താണ് എണ്ണ തയ്യാറാക്കുന്നത്. വാങ്ങിയവർക്കെല്ലാം നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണെന്ന് ടീച്ചർ പറയുന്നു. തന്റെ മുടികൊഴിച്ചിലിന് പരിഹാരം തേടി എണ്ണ കാച്ചിയത് നാട്ടുകാർക്ക് ഗുണമായി. എണ്ണ വാങ്ങുവാൻ ആഗ്രഹമുള്ളവർക്ക് 9447980231 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാരി സങ്കല്പം എന്ന മിഥ്യ എന്ന വിഷയത്തിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംവാദം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി നിർവഹിച്ചു. CG അജീഷ സ്വാഗതം പറഞ്ഞു. ആൻസ് ജോൺ മോഡറേറ്റർ ആയിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാരി സങ്കല്പം എന്ന മിഥ്യ എന്ന വിഷയത്തിൽ സംവാദം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. 20-ാം നൂറ്റാണ്ട് മുതൽ ഈ സ്ത്രീകൾ അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ ജീവിതത്തിലും പൊതുസമൂഹത്തിലും അവർ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം ആവശ്യപ്പെടുന്ന തുല്യതയും സംരക്ഷണവും 20-ാം നൂറ്റാണ്ട് മുതൽ ഈ 2025 വരെ നമ്മൾ നെട്ടോട്ടത്തോടു ഓടുകയും മുദ്രാവാക്യം വിളിക്കുകയും മുഷ്ടി ചുരുട്ടുകയും വ്യത്യസ്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുമ്പോഴും മനസ്സിൽ നമ്മൾ പൂർണ്ണരല്ല എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്തിയില്ല എന്ന് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതാണ് നമ്മുടെ പരാജയം. നമ്മൾ പൂർണ്ണരല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആളുകളും അമ്മമാരായിട്ടുള്ള ആളുകളാണ്. വീട്ടിൽ പെൺകുട്ടികളോട് പറയുന്ന കാര്യം നിങ്ങൾ തുറന്നു പറയില്ലെങ്കിലും ഞാൻ പറയാം. അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഉച്ചത്തിൽ സംസാരിക്കരുത്, വീട്ടിൽ ആണുങ്ങൾ വന്നാൽ മുറിക്കകത്ത് കയറി പോകണം, കാലിന് മുകളിൽ കാലിട്ട് സോഫയിൽ ഇരിക്കരുത്, പ്രായമായവർ വരും എഴുന്നേക്കണം, അത് മര്യാദയും ബഹുമാനവും. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് വാസ്തവം. ആൻസ് ജോൺ മോഡറേറ്റർ ആയിരുന്നു. ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ AS പ്രമീള, ഫാമിലി കോർട്ട് പ്രിൻസിപ്പൽ കൗൺസിലർ റെനി ജോൺ, സംസ്ഥാന കൗൺസിൽ അംഗം B സുധർമ്മ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം KR ലോമിമോൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ സെക്രട്ടറി R ബിജുമോൻ എന്നിവർ പങ്കെടുത്തു. CG അജീഷ സ്വാഗതവും വനിതാ കമ്മിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS ചിന്താമോൾ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മൂലമറ്റത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസി പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ സന്നിഹിതരായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സമ്മാനിച്ചതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ നിന്നും കേരളത്തിനെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ജബി മേത്തർ കൂട്ടിച്ചേർത്തു. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മൂലമറ്റത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി കോൺഗ്രസ്, റോസമ്മ ജോസഫ് മണ്ഡലം സെക്രട്ടറി, ഓമന ജോൺസൺ പഞ്ചായത്ത് മെമ്പർ, ആഗ്നസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, ചിന്നമ്മ MP മണ്ഡലം സെക്രട്ടറി, ചിന്നമ്മ ജോസഫ്, ശ്രീലേഖ നാരായണൻ, ചെല്ലമ്മ ദാമോദരൻ ജില്ലാ സെക്രട്ടറി. കണ്ണൂരിൽ ഈ ജാഥ എത്തിയപ്പോൾ ഷുഹൈബിന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയുമായി കടന്നു പോകുന്നത്. നമ്മൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഈ അക്രമം ചെയ്യുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ
അതേ സമയത്ത് CPM-ന്റെ നേതാക്കന്മാർ കൊലപാതകികൾക്ക് കണ്ണൂർ ജയിലിൽ പോയി പൂമാലയിടുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ജാഥയുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസി പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രേമ അനിൽകുമാർ, ജയലക്ഷ്മി ദത്തൻ, ശ്രീത ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, DCC സെക്രട്ടറി ചാർലി ആന്റണി, അനീഷ് ജോർജ്, ഇമ്മാനുവൽ ചെറുവള്ളത്ത്, ബിബിൻ ഈട്ടിക്കൻ, ജിഫി അഞ്ചാനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ലഹരിക്കെതിരെ IHRDയുടെ നേതൃത്വത്തിൽ റൺവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം, ഫ്ലാഷ് മോബ്, സ്നേഹമതിൽ, സെമിനാർ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും അപ്ലൈഡ് സയൻസ് കോളേജിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുട്ടം സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് കോടതി ജംഗ്ഷൻ വഴി IHRD ടെക്നിക്കൽ ഹൈസ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്കായിരുന്നു കൂട്ടയോട്ടം നടത്തിയത്. ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിലുടനീളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രമുഖ സർക്കാർ സ്ഥാപനമായ IHRDയുടെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിച്ചു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് കൂട്ടയോട്ടം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടത്തിയത്. IHRDയുടെ 88ഓളം വരുന്ന സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗരകേന്ദ്രങ്ങളിൽ ലഹരി വ്യാപനത്തിനെതിരെ റൺവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട പ്രമുഖർ ഇതിൽ പങ്കാളികളായി. മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും അപ്ലൈഡ് സയൻസ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുട്ടം സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് കോടതി ജംഗ്ഷൻ വഴി IHRD ടെക്നിക്കൽ ഹൈസ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്കായിരുന്നു കൂട്ടയോട്ടം നടത്തിയത്. ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, കോളേജ് അങ്കണത്തിൽ സ്നേഹമതിൽ, സ്കൂൾ കോമ്പൗണ്ട് ചുറ്റി സ്നേഹമതിൽ സെമിനാർ, സമാപന സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടത്തി. IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടം SH നഴ്സറി സ്കൂളിൽ വാർഷിക ആഘോഷവും രക്ഷാകർതൃ ദിനവും നടത്തി. മുതലക്കോടം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ നിർവഹിച്ചു. കോതമംഗലം പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ റെജിൻ ചിറ്റടി SH അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുതലക്കോടം SH നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷകർതൃ ദിനവും നിറവ് 2025 എന്ന പേരിൽ മുതലക്കോടം സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോർജ് താനത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ റെജിൻ ചിറ്റടി SH അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ റോസ്മി SH സ്വാഗതം ആശംസിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസ്മരിയ SH റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഷഹന ജാഫർ, ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനി M. കുര്യൻ, സെന്റ് ജോർജ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിൻസ് കെ ജോസ്, PTA പ്രതിനിധി റൂബി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ അധ്യാപകരുടെ സ്തുത്യർഹമായ സേവനത്തിന് സ്നേഹോപഹാരങ്ങൾ നൽകി അവരെ ആദരിച്ചു. സ്റ്റാഫ് പ്രതിനിധി കുമാരി അനു ബേബി കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഡോക്ടർ മാത്യു കോളനാടൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CMB തൊടുപുഴ ഏരിയ കമ്മിറ്റി ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. CMB സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും മാർച്ച് 8 മുതൽ 14 വരെ നടത്തുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.